മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുകയും സാമൂഹ്യ ബന്ധങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ആധുനിക കാലത്തും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രകാശം പരത്തുന്ന കൂട്ടായ്മയാണ് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ. ജാതിമത രാഷ്ട്രീയ ഭേദം കൂടാതെ എല്ലാവരെയും നന്മയുടെയും പുരോഗതിയുടെയും പാതയിലേക്ക് നയിക്കുന്ന നമ്മുടെ അസോസിയേഷൻ വീണ്ടും ഓണത്തെ വരവേൽക്കുകയാണ്. ഈ കൂട്ടായ്മയ്ക്ക് അടിത്തറ പാവുകയും വളർച്ചയുടെ വഴിയിലൂടെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത പൂർവ്വസൂരികളെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അവർ സഹിച്ച കഷ്ടപ്പാടുകൾ, നേരിട്ട പ്രതിസന്ധികൾ, കീഴടക്കിയ വെല്ലുവിളികൾ എല്ലാം ഊർജമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. തിരുവനന്തപുരം നഗരത്തോട് ചേർന്നുള്ള ഈ പ്രദേശം ഒരു കാലത്ത് സമൃദ്ധമായ കാർഷിക ഭൂമിയായിരുന്നു. നൂറുമേനി വിളഞ്ഞ നെൽവയലുകളും ചെറുതോടും വാഴപ്പണകളും നിറഞ്ഞ ഹരിതഭൂമി. അന്ന് ഒരു മൺപാത മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് ചിതറിക്കിടക്കുന്ന ഏതാനും വീടുകളും. മാറുന്ന കാലത്തിനനുസരിച്ച് നാടിൻ്റെ ആവശ്യങ്ങൾക്കായി ഏതാനും ചില ചെറുപ്പക്കാർ ഒത്തുകൂടുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അന്ന് KSRTCയിൽ സിവിൽ എഞ്ചിനീയറായിരുന്ന ശ്രീ ബലവാൻ നേതൃപരമായ പങ്കുവഹിച്ചു. 45-ാം വയസ്സിൽ ഒരു വാഹനാപകടത്തിൽ വിട്ടുപിരിഞ്ഞ ശ്രീ ബലവാനാണ് വാസ്തവത്തിൽ നമ്മളുടെ പ്രദേശത്തിൻ്റെ മാറ്റത്തിന് തുടക്കമിട്ടത്. 1980 കാലഘട്ടങ്ങളിൽ അതിനു മുമ്പും ഈ ഡ്രെയിനേജ് റോഡിൻ്റെ തെക്ക് ഭാഗത്ത് പോകണമെങ്കിൽ ഒരു വയൽ വരമ്പ്, ഒരടി പോലും തികച്ചില്ലാത്ത ഒരു വയൽ വരമ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരാളെതിരെ വന്നാൽ മറ്റൊരാൾ വയലിൽ ഇറങ്ങി നിന്നാൽ മാത്രമേ കടന്നു പോകാൻ ഒക്കൂ എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ശംഭുദേവൻ തുടങ്ങിയവർ ഇതിനെതിരെ സമരം ചെയ്യുകയും ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ IG ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ വിവരങ്ങളെല്ലാം എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ബലവാൻ സാറിനെ അറിയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഈ IG ഓഫീസിലെ ഉദ്യോഗസ്ഥനെ കാണുകയും അദ്ദേഹത്തോട് ഈ വഴിക്ക് വേണ്ടി 10 സെൻറ്റ് സ്ഥലം വിലയ്ക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അത് പാടെ നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഗണേശപിള്ള എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബലവാൻ സാറും കൂടെ ആലോചിച്ചുകൊണ്ട് ഈ വസ്തു വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ വസ്തു വാങ്ങിക്കുന്നതിന് ഗണേശപിള്ളയുടെ കയ്യിൽ വസ്തുവിൻ്റെ വില മുഴുവൻ നേരത്തെ കൈമാറണം എന്ന് ആവശ്യം വന്നു. എന്നാൽ ആ വലിയ തുക വസ്തു കിട്ടുന്നതിന് മുമ്പേ, എഴുതി വാങ്ങിക്കുന്നതിന് മുമ്പേ കൈമാറുന്നതിൽ ചില വൈമനസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ബലവാൻ സാറിൻ്റെ ശക്തമായ നിർദ്ദേശത്താൽ ഞങ്ങൾ 6-7 പേർ ചേർന്ന് ഈ വസ്തുവിനുള്ള പണം ഗണേശപിള്ളയ്ക്ക് നേരത്തെ അഡ്വാൻസ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായ ഭുവനേന്ദ്രൻ്റെ പേരിൽ വാങ്ങുകയും അതിനുശേഷം അത് ഈ 6 പേർ ചേർന്ന് ഭുവനേന്ദ്രനിൽ നിന്നും എഴുതി വാങ്ങുകയും ചെയ്തു. അങ്ങനെ ആണ് ഇതിൻ്റെ സ്ഥലം, ഈ ഇരിപ്പു നിലം, ഇന്ന് കാണുന്ന സൺഡേ മാർക്കറ്റൊക്കെ നടത്തുന്ന സ്ഥലം ഇങ്ങനെ ഈ നിലയിൽ എത്തിയത്. അതിനുശേഷം കോർപ്പറേഷനെ സമീപിച്ച് ഇത് നികത്തിയെടുക്കാനായിട്ടുള്ള ശ്രമം നടന്നെങ്കിലും അത് പരാജയപ്പെട്ടു. അത് ആയതിനാൽ ബലവാൻ സാർ പറഞ്ഞു, നിങ്ങൾ തന്നെ ഈ വസ്തു നികത്തി കോർപ്പറേഷന് കൈമാറണം. അങ്ങനെ ഈ വാങ്ങിച്ച വസ്തുവിൽ നിന്നും ഒരു ഭാഗം ഈ റോഡിന് വേണ്ടി വിട്ടുകൊണ്ട് അത് മുഴുവൻ ഞങ്ങളുടെ ചിലവിൽ നികത്തുകയും അതിനുശേഷം കോർപ്പറേഷൻ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബലവാൻ നഗർ ഇവിടെ ഉത്ഭവിച്ചത്. ഏറെ മുന്നോട്ട് പോയ ബലവാന്റെ നാമവും നൽകി. അവിടെ നിന്ന് ആരംഭിച്ച പ്രയാണമാണ് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷനെ
തിരുവനന്തപുരം നഗരത്തിലെ തന്നെ പ്രധാന റെസിഡൻസ് അസോസിയേഷനുകളിലൊന്നാക്കി വളർത്തിയത്. ഇതിന് പിന്നിൽ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ ഒട്ടേറെ പേരുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളാണ് കരുത്തായത്. ഞങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിലെല്ലാം ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം ഞങ്ങൾ ദീർഘമായിട്ട് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. അങ്ങനെ സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ഞങ്ങൾ ഈ ആശയം പങ്കുവയ്ക്കുകയും അങ്ങനെ 1993 മാർച്ച് മാസം 10-ാം തീയതി എൻ്റെ വീട്ടിൽ വെച്ച് പ്രദേശവാസികളുടെ ഒരു മീറ്റിംഗ് കൂടുകയുണ്ടായി. ഈ മീറ്റിങ്ങിൽ വെച്ചാണ് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ രൂപീകരണം നടക്കുന്നത്. ഇന്നിപ്പോൾ 150-ലേറെ താമസക്കാരുണ്ട് ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷനിൽ. 2 വീതം പോസ്റ്റ് ഓഫീസ്, KSEB സെക്ഷൻ ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവ അസോസിയേഷൻ പരിധിയിൽ ഉൾപ്പെടുന്നു. 2 വീതം നിയമസഭാംഗങ്ങളും നഗരസഭാംഗങ്ങളും നമ്മുടെ അസോസിയേഷൻ പരിധിയിൽ വരുന്നവരാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എങ്കിലും സംഘടന നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോരുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സംഘടന വളർന്ന് തദ്ദേശവാസികൾക്ക് സഹായകരമായി തീരുകയും ചെയ്യുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലക്കാലത്തും വാർഷിക പൊതുയോഗ സമയത്തും മാത്രം ഒതുങ്ങി നിന്ന കൂട്ടായ്മ 2019 ചേർന്ന പൊതുയോഗത്തിലാണ് കാതലായ മാറ്റം വരുത്തിയത്. ആദ്യമായി വനിതകൾ നേതൃസ്ഥാനത്ത് വരാൻ തുടങ്ങിയത് ഈ യോഗത്തോടെയാണ്. ആദ്യമായിട്ടൊരു വനിതാ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആവാനുള്ള ഭാഗ്യവും ദൈവാനുഗ്രഹവും ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ സ്ഥാനത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എൻ്റെ കൂടെ നിന്ന് സഹപ്രവർത്തകരായിട്ട് നിന്നവർ ശക്തമായ പ്രവർത്തനം കൂടെ നിന്ന് കാഴ്ചവെച്ചതുകൊണ്ട് ആ സമയങ്ങളിൽ നല്ല രീതിയിൽ എനിക്കും പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാളും മേന്മയുള്ളതും വെച്ചടി കയറ്റവും റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഇന്ന് ഓണാഘോഷം, ക്രിസ്മസ് പുതുവത്സര ആഘോഷം, ഇഫ്താർ സംഗമം തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നു. കോവിഡ്, പ്രളയം തുടങ്ങിയ ദുരന്തഘട്ടങ്ങളിലും നമ്മൾ ഒന്നിച്ചു നിന്നു. ഭക്ഷ്യക്കിറ്റുകളും മരുന്നുകളും അസോസിയേഷൻ അംഗങ്ങളുടെ വീടുകളിൽ മുടക്കം കൂടാതെ എത്തിച്ചു. കൂടാതെ പ്രളയം വന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിച്ചു നൽകി. അങ്ങനെ എല്ലാവർക്കും മാതൃകയായി ബലവാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രയാണം തുടരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ നന്മയുടെ പ്രകാശം ചൊരിയുകയാണ്.